നമസ്കാരം. ഗുഡ് മോർണിംഗ് കേരളത്തിലേക്ക് സ്വാഗതം. അഹമ്മദാബാദ് വിമാന അപകടത്തിന്റെ നടുക്കത്തിൽ തന്നെയാണ് രാജ്യം. മരണസംഖ്യ ഉയർന്നുകൊണ്ടിരിക്കുകയാണ്. സംഭവത്തിൽ ഇതുവരെ 265 മൃതദേഹങ്ങൾ ആശുപത്രിയിൽ എത്തിയതായാണ് വിവരം. വിമാനത്തിൽ ഉണ്ടായിരുന്ന 241 പേർക്ക് പുറമെ 24 പ്രദേശവാസികളും മരിച്ചു എന്നാണ് നിലവിലെ റിപ്പോർട്ടുകൾ. അതേസമയം തകർന്നു വീണ വിമാനത്തിന്റെ ബ്ലാക്ക് ബോക്സ് കണ്ടെത്തിയിട്ടുണ്ട്. ഇനി അറിയേണ്ടത് അപകടത്തിന്റെ കാരണമാണ്. വിമാനത്തിന് എന്തെങ്കിലും സാങ്കേതിക തകരാർ സംഭവിച്ചോ എന്നതടക്കം ഈ ബ്ലാക്ക് ബോക്സ് പരിശോധിക്കുന്നതിലൂടെ അറിയാനാകുമെന്നാണ് കരുതുന്നത്. വാർത്തകളുടെ വിശദാംശങ്ങൾ ഏറെയുണ്ട്, അതിലേക്ക് എത്താം. അത് നോക്കാം. പ്രധാന തലക്കെട്ടുകൾ. അഹമ്മദാബാദ് വിമാന ദുരന്തത്തിൽ മരണം 265ആയി. മരിച്ചവരിൽ 24 നാട്ടുകാരും. രക്ഷാപ്രവർത്തനം തുടരുന്നു. മൃതദേഹം തിരിച്ചറിയാൻ DNA പരിശോധന തുടങ്ങി. വിമാനത്തിന്റെ ബ്ലാക്ക് ബോക്സ് കണ്ടെത്തി അന്വേഷണം തുടങ്ങിയ ഏജൻസികൾ. UK, അമേരിക്കൻ സംഘങ്ങളും ഇന്ത്യയിലേക്ക്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് അഹമ്മദാബാദിൽ അപകടസ്ഥലം സന്ദർശിക്കും. സിവിൽ ആശുപത്രിയിൽ കഴിയുന്ന പരിക്കേറ്റവരെയും കാണും. വിദഗ്ധ സമിതി രൂപീകരിച്ച അന്വേഷണത്തിന് വ്യോമയാന മന്ത്രാലയം. അപകടത്തിൽ മരിച്ച പത്തനംതിട്ട സ്വദേശിനി രഞ്ജിതയുടെ മൃതദേഹം ഏറ്റുവാങ്ങാൻ ബന്ധുക്കൾ ഇന്ന് അഹമ്മദാബാദിലേക്ക്. ഇറാനെ ആക്രമിച്ച് ഇസ്രായേൽ തലസ്ഥാനമായ ടെഹ്റാനിൽ കനത്ത ആക്രമണം. നിരവധിയിടങ്ങളിൽ യുദ്ധവിമാനങ്ങൾ ബോംബിട്ടതായി റിപ്പോർട്ട്. ലക്ഷ്യം ആണവ കേന്ദ്രങ്ങളെന്ന സൂചന. ഇസ്രായേലിൽ ആഭ്യന്തര അടിയന്തരാവസ്ഥ. ജമാഅത്തെ ഇസ്ലാമിയുമായി ഇടതുമുന്നണി ഒരു കാലത്തും നീക്കുപോക്കുണ്ടാക്കിയിട്ടില്ലെന്ന CPM പോളിറ്റ് ബ്യൂറോ അംഗം A. വിജയരാഘവന്റെ വാദം പൊളിയുന്നു. തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിൽ പ്രവേശിച്ച കാലം മുതൽ ഇടതുമുന്നണിക്കൊപ്പമെന്നതിന് തെളിവുകളേറെ. സഖ്യം തുടർന്നത് 20 വർഷക്കാലം. തുടർച്ചയായ കപ്പൽ അപകടങ്ങളും ട്രോളിംഗ് നിരോധനവും മത്സ്യത്തൊഴിലാളികളുടെ അന്നം മുട്ടിക്കുന്നു. സർക്കാർ പ്രഖ്യാപിച്ച അടിയന്തര സഹായങ്ങൾ പോലും ലഭിക്കുന്നില്ലെന്ന പരാതി. അമൃത ന്യൂസ് അന്വേഷണ പരമ്പര കണ്ണീർ കടലോരം. ആകാശ ദുരന്തത്തിൽ വിറങ്ങലിച്ച് രാജ്യം. അഹമ്മദാബാദ് വിമാന അപകടത്തിൽ ഇതുവരെ 265 മൃതദേഹങ്ങൾ ആശുപത്രിയിൽ എത്തിയതായി അധികൃതർ അറിയിക്കുന്നു. വിമാനത്തിലുണ്ടായിരുന്ന 242 പേരിൽ 241 പേർക്ക് പുറമെ 24 പ്രദേശവാസികളും മരിച്ചു എന്നാണ് ഏറ്റവും ഒടുവിലായി ലഭിക്കുന്ന റിപ്പോർട്ടുകൾ. അതേസമയം തകർന്നു വീണ ബോയിങ് 787 D-ലൈനർ വിമാനത്തിലെ ബ്ലാക്ക് ബോക്സും കണ്ടെത്തിയിട്ടുണ്ട്. പ്രധാനമന്ത്രി ഇന്ന് അഹമ്മദാബാദിലെത്തും. ഇതിൻ്റെയൊക്കെ വാർത്തകളുടെ കൂടുതൽ വിശദാംശങ്ങളുമായി രാജേഷ് ചേരുന്നുണ്ട്. രാജേഷ്, ഏറ്റവും ഒടുവിലായി ലഭിക്കുന്ന വിവരം അനുസരിച്ച് മരണസംഖ്യകൾ കൂടിക്കൊണ്ടിരിക്കുകയാണ്. 265 മൃതദേഹങ്ങൾ ഇതുവരെയും ആശുപത്രിയിൽ എത്തിയിട്ടുണ്ട്. കൂടുതൽ പേരെ ചികിത്സയ്ക്കായി പ്രവേശിപ്പിച്ചിട്ടുണ്ട്. ഇവരുടെ ആരോഗ്യനില ഏത് രീതിയിൽ തുടരുന്നു? ഒപ്പം ഇപ്പോഴും സ്ഥലത്ത് അന്വേഷണം തുടരുകയാണോ? കാർത്തിക, തികച്ചും നമുക്ക് ദാരുണമെന്ന് പറയുന്ന ഒരു സാഹചര്യം നമുക്കറിയാം. ഇന്നലെ 1:38 സംഭവിച്ച ഈ അപകടം രാജ്യത്തെ മാത്രമല്ല ലോകത്തെ തന്നെ നടുക്കിയ ഒരു സംഭവമാണ്. ഇനിയിപ്പോൾ അതിൻ്റെ അന്വേഷണം, എങ്ങനെയാണ് അപകടം ഉണ്ടായത് എന്നാണ് രാജ്യം ഉറ്റുനോക്കുന്നത്. ഈ അപകടത്തിൽ മരിച്ചവർക്കുള്ള സഹായം കേന്ദ്ര സർക്കാർ പ്രഖ്യാപിച്ചു കഴിഞ്ഞു. ഗുജറാത്ത് സർക്കാർ സജീവമായി ഇടപെടുന്നുണ്ട്. രക്ഷാപ്രവർത്തനങ്ങളുടെ കാര്യത്തിലൊക്കെ ഇപ്പോഴും പുരോഗമിക്കുന്നുണ്ട്. എവിടെയെങ്കിലും എന്തെങ്കിലും ഒക്കെ ഇതിൻ്റെ അവശേഷിപ്പുകളുണ്ടോ എന്നൊക്കെ തിരക്കുകയാണ്. ഇനി അപകടത്തെ, ഈ മരണം സംബന്ധിച്ച് ഇപ്പോഴും വ്യക്തമായ ഒരു ധാരണ കേന്ദ്ര സർക്കാർ പുറത്തുവിട്ടിട്ടില്ല. കാരണം നേരത്തെ കാർത്തിക നമ്മൾ സൂചിപ്പിച്ചു, അല്ലെങ്കിൽ മാധ്യമങ്ങളിൽ വന്ന വാർത്തയനുസരിച്ച് നോക്കുമ്പോൾ 265 പേരുടെ മൃതദേഹങ്ങൾ ആശുപത്രിയിൽ എത്തി എന്നാണ്. ആശുപത്രിയുടെ ആ രേഖ പ്രകാരമാണ് ഇപ്പോൾ കണക്കുകൾ പുറത്തുവിട്ടിരിക്കുന്നത്. പക്ഷേ വാർത്താ ഏജൻസികൾ റിപ്പോർട്ട് ചെയ്യുന്നത് അനുസരിച്ച് ഇതിൽ കൂടുതലാണ്. അതായത് 294 മരണങ്ങൾ മൊത്തം സംഭവിച്ചിട്ടുണ്ടെന്നാണ്. അതായത് ഈ വിമാനത്തിൽ ഉണ്ടായിരുന്നവരും മാത്രമല്ല ആ പ്രദേശവാസികളും, നേരത്തെ പറഞ്ഞ പോലെ 5 MBBS വിദ്യാർത്ഥികൾ, അതായത് ഈ ഫ്ലൈറ്റ് വന്ന് വീണ ആ കെട്ടിടം ഒക്കെ ഉള്ള മരണം 294 ആണെന്നാണ് ഇപ്പോൾ ലഭിക്കുന്ന വിവരം. പക്ഷേ പലരുടെയും നില ഗുരുതരമാകുന്നുണ്ട്. കാരണം ഈ ഫ്ലൈറ്റിലുള്ളതല്ല, പ്രദേശവാസികളുടെ കാര്യങ്ങളിലാണ് അതിൻ്റെ ഒരു വ്യക്തത വന്നിട്ടില്ല. കാരണം ആരൊക്കെ പുറത്തു പോയിട്ടുണ്ട്, ആരൊക്കെ അവിടെ ഉണ്ടായിട്ടുണ്ട് എന്ന കാര്യത്തിൽ ഒരു ധാരണ വന്നിട്ടില്ല. എന്തായാലും മരിച്ചവരുടെ ഒരു DNA പരിശോധനയ്ക്ക് ഗുജറാത്ത് സർക്കാർ തയ്യാറെടുക്കുകയാണ്. 200ഓളം പേരുടെ സാമ്പിളുകൾ എത്തിയിട്ടുണ്ട്. അപ്പോൾ ഈ മരണപ്പെട്ടവരുടെ കുടുംബങ്ങൾ എത്രയും പെട്ടെന്ന് ആശുപത്രി അധികൃതരുമായി ബന്ധപ്പെട്ട് ഈ ബോഡി സ്ഥിരീകരിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഈ DNA പരിശോധന. അതിൻ്റെ നടപടിക്രമങ്ങൾ പുരോഗമിക്കണം. എന്തായാലും ഗുജറാത്ത് സർക്കാരും കേന്ദ്ര സർക്കാരും ഒക്കെ ഇതിലൊരു അന്വേഷണം പ്രഖ്യാപിച്ച സാഹചര്യത്തിൽ ഇന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് ഗുജറാത്തിലെത്തുന്നുണ്ട്. അമിത്ഷായുമായി
ഒരു കൂടിക്കാഴ്ച ഇന്ന് നടത്തുന്നുണ്ട്. അമിത്ഷാ കൃത്യമായും പ്രധാനമന്ത്രിക്ക് ഇന്നലെ ഒരു വിശദീകരണം നൽകിയിട്ടുണ്ട് എങ്ങനെയാണ് എന്ത് സംഭവിച്ചു എന്ന കാര്യത്തിൽ. പക്ഷേ നേരത്തെ ശ്രീ കാർത്തിക സൂചിപ്പിച്ചതുപോലെ ബ്ലാക്ക് ബോക്സ് കണ്ടെത്തിയിട്ടുണ്ട്. ഈ അപകടം നടന്ന് 9 മണിക്കൂറിന് ശേഷമാണ് ബ്ലാക്ക് ബോക്സ് കണ്ടെത്തിയിരിക്കുന്നത്. ഈ സാഹചര്യത്തിൽ എങ്ങനെയാണ് അപകടം ഉണ്ടായെന്ന കാര്യത്തിൽ ഇതിനെപ്പറ്റി അറിയാൻ പറ്റും. അതിൻ്റെ ഒരു പരിശോധന നടക്കുകയാണ്. പൈലറ്റുമാർ അവസാനം ആ മിനിറ്റുകളിൽ സംസാരിച്ച കാര്യങ്ങൾ റെക്കോർഡ് ചെയ്തിട്ടുണ്ടാവും. അത് റിട്രീവ് ചെയ്ത് എടുത്തതിന് ശേഷം മാത്രമേ എന്താണ് സംഭവിച്ചത് എന്ന് പറയാൻ കഴിയുള്ളൂ. ഇത്രയും മണിക്കൂറുകൾ കഴിഞ്ഞിട്ട് പോലും ഇതിനൊരു വ്യക്തത വരാത്ത കാരണം നമുക്കറിയാം. ടേക്ക് ഓഫ് ചെയ്തതിന് ശേഷം മിനിറ്റുകൾക്കുള്ളിൽ ഇതൊരു തീഗോളമായി കത്തുകയാണ് ചെയ്യുന്നത്. ഇതിൽ പക്ഷികൾ വന്നിടിച്ചതാണോ, 2 എഞ്ചിനും വർക്ക് ചെയ്യാത്തൊരു സാഹചര്യം ഉണ്ടായി എന്നൊക്കെയുള്ള അഭ്യൂഹങ്ങൾ വരുന്നുണ്ട്, അല്ലെങ്കിൽ ഒരു നിഗമനത്തിലേക്ക് എത്തുന്നുണ്ട്. പക്ഷെ വ്യക്തമായി എന്താണ് സംഭവിച്ചത് എന്നറിയാനാണ് ഈ ലോകം അല്ലെങ്കിൽ രാജ്യം ഉറ്റുനോക്കുന്നത്. പലർക്കും ഒരു ആശങ്കയുണ്ട് ഇങ്ങനെ ഒരു വിമാന അപകടം ഉണ്ടായിരിക്കുന്നത്. ഒരുപക്ഷെ ഇന്ത്യയിൽ തന്നെ ഇതൊരു 3ാമത്തെ അപകടമാണ്. 96 ഒരു 350 അധികം പേർ മരിച്ച ഒരു വിമാന അപകടം ഉണ്ടായിരുന്നു. അത് 2 ഫ്ലൈറ്റുകൾ കൂട്ടിയിടിച്ചാണ്. അല്ലാതെ ഇന്ത്യയുടെ ഒരു വിമാനം തന്നെ തകർന്ന് 250-ലധികം പേരും മരിച്ചിരുന്നു. പക്ഷേ ഇതേ സംബന്ധിച്ചിടത്തോളം വളരെ ആശങ്കയുണ്ടാക്കുന്ന ഒരു കാര്യമാണ്. രാജ്യത്തെ സംബന്ധിച്ചിടത്തോളം ഒരു ഏവിയേഷൻ്റെ വളരെ ഒരു പ്രസ്റ്റീജിൻ്റെ പ്രശ്നം കൂടിയാണ് ഇതിൻ്റെ എന്താണ് സംഭവിച്ചത് എന്ന കാര്യത്തിൽ ഇതുവരെയും ഒരു നിഗമനത്തിൽ എത്തിച്ചേരാൻ കഴിയാത്തത്. എന്തായാലും അന്വേഷണം പുരോഗമിക്കുകയാണ്. ഇനിയും ഈ മരണസംഖ്യ ഉയരുമെന്ന ഒരു റിപ്പോർട്ടുകൾ ദേശീയ മാധ്യമങ്ങൾ പുറത്തുവിടുന്നുണ്ട്. ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഈ പ്രദേശവാസികൾ പ്രദേശങ്ങളിലേക്ക് വീണപ്പോൾ ഒത്തിരി ജനങ്ങൾ തിങ്ങി പാർക്കുന്ന ഒരു സ്ഥലമാണ്. അപ്പോൾ അവിടെ ആരൊക്കെ മരിച്ചു അല്ലെങ്കിൽ ആർക്കൊക്കെ തമ്മിൽ പരസ്പരം ആരും അറിയുന്നില്ല ആരൊക്കെ അവിടെ ഉണ്ടായിരുന്നു അല്ലെങ്കിൽ ഇല്ലായിരുന്നു എന്നുള്ള കാര്യത്തിൽ. അതിൻ്റെ ഒരു ധാരണ വരേണ്ടതുണ്ട്. അതുകൊണ്ട് സർക്കാർ പൂർണ്ണമായും ഈ കാര്യത്തിൽ ഇടപെട്ട് അതിൻ്റെ വ്യക്തതയ്ക്ക് വേണ്ടിയിട്ട് അതിൻ്റെ ഒരു ഡേറ്റാസ് കളക്ട് ചെയ്യുന്ന ഒരു സമയമാണ്. വരും മണിക്കൂറുകളിൽ നമുക്ക് ഇതിൻ്റെ കൂടുതൽ റിപ്പോർട്ടുകൾ നൽകാൻ കഴിയും. അതെ, ഇനിയും വരും മണിക്കൂറുകളിൽ വീണ്ടും മരണസംഖ്യ ഉയർന്നേക്കാമെന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഏതായാലും പ്രധാനമന്ത്രി സ്ഥലം സന്ദർശിക്കാൻ എത്തുന്നുണ്ട്. ബ്ലാക്ക് ബോക്സ് കണ്ടെത്തിയിട്ടുണ്ട്. ഇത് കൂടുതൽ പരിശോധനകൾക്കായി UK, അമേരിക്കൻ സംഘങ്ങളും ഇന്ത്യയിലേക്ക് തിരിച്ചിട്ടുണ്ട് എന്ന് തന്നെയാണ് നമുക്ക് ഏറ്റവും ഒടുവിലായി പറയാനുള്ളത്. ഏതായാലും നിലവിൽ ലഭിച്ചിട്ടുള്ള കണക്കുകൾ അനുസരിച്ച് ഇതുവരെ 265 മൃതദേഹങ്ങൾ ആശുപത്രിയിൽ എത്തിയതായാണ് വിവരം. വിമാനത്തിലുണ്ടായിരുന്ന 242 പേരിൽ ഒരാൾ മാത്രമാണ് അത്ഭുതകരമായി രക്ഷപ്പെട്ടത്. അദ്ദേഹം ഇപ്പോൾ ചികിത്സയിൽ തുടരുകയാണ്. വേഗം സുഖം പ്രാപിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഒപ്പം തന്നെ പ്രദേശവാസികളായ 24 മരിച്ചു എന്നുള്ള റിപ്പോർട്ടുകൾ വരുന്നുണ്ട്. ഏതായാലും ഇനി വരും മണിക്കൂറുകളിൽ കൂടുതൽ ഇത് സംബന്ധിച്ച വിശദാംശങ്ങൾ നമുക്ക് നൽകാൻ സാധിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. പ്രധാനമന്ത്രി ഇന്ന് ഏതായാലും അഹമ്മദാബാദിൽ എത്തുന്നുണ്ട്. അദ്ദേഹം ഈ സ്ഥലം സന്ദർശിക്കും. ഒപ്പം ആശുപത്രിയിൽ ചികിത്സയിൽ തുടരുന്നവരെയും പ്രധാനമന്ത്രി വന്ന് കാണാനുള്ള സാധ്യതയുണ്ട് എന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരങ്ങൾ. സിവിൽ ആശുപത്രിയിൽ കഴിയുന്ന പരിക്കേറ്റവർ ഇപ്പോൾ ഏതായാലും തീവ്രപരിചരണ വിഭാഗത്തിൽ അടക്കം നിരവധി പേരുണ്ട്. ഇപ്പോൾ അവർക്കായുള്ള ചികിത്സകളെല്ലാം തന്നെ വളരെ കാര്യക്ഷമമായി നടത്തിക്കൊണ്ടിരിക്കുകയാണ്. വിദഗ്ധ സമിതി രൂപീകരിച്ച അന്വേഷണത്തിന് വ്യോമയാന മന്ത്രാലയം ഉത്തരവിട്ടിട്ടുണ്ട്. ഏതായാലും ഇനി വരും മണിക്കൂറുകളിൽ സംബന്ധിച്ച് കൂടുതൽ വിശദാംശങ്ങൾ നൽകാനാകും എന്നാണ് മനസ്സിലാകുന്നത്. വിമാനാപകടത്തിൽ മരിച്ച പത്തനംതിട്ട പുല്ലാട് സ്വദേശി രഞ്ജിതയുടെ മൃതദേഹം ബന്ധുക്കൾ ഏറ്റുവാങ്ങുക DNA പരിശോധനയ്ക്ക് ശേഷമായിരിക്കും. ബന്ധുക്കൾ ഇന്ന് ഏതായാലും അഹമ്മദാബാദിലേക്ക് തിരിക്കും എന്നാണ് അറിയാൻ സാധിക്കുന്നത്. മൃതദേഹം പൂർണ്ണമായി കത്തിക്കരിഞ്ഞ സാഹചര്യത്തിലാണ് DNA പരിശോധന ആവശ്യമായി വരുന്നത്. രഞ്ജിതയുടെ വീട് മന്ത്രി വീണ ജോർജ് ഉൾപ്പെടെയുള്ളവർ ഇന്ന് സന്ദർശിക്കും എന്നുള്ള വിവരങ്ങളും പുറത്തു വരുന്നുണ്ട്. ഇനി മറ്റൊരു വാർത്തയിലേക്കാണ് പോകുന്നത്. ഇറാന് നേരെ ആക്രമണം തുടങ്ങിയതായി ഇസ്രായേൽ. നിരവധിയിടങ്ങളിൽ യുദ്ധവിമാനങ്ങൾ ബോംബിട്ടതായി റിപ്പോർട്ടുണ്ട്. തലസ്ഥാനമായ ടെഹ്റാനിൽ ഇസ്രായേലിന്റെ കനത്ത ആക്രമണമാണ് നടന്നത്. ടെഹ്റാനിൽ നിന്നുള്ള വിമാനങ്ങൾ റദ്ദാക്കി. ഇസ്രായേലിൽ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഇറാൻ ആണവ കേന്ദ്രങ്ങളിൽ ആക്രമണത്തിന് ഇസ്രായേൽ പദ്ധതിയിടുന്നു എന്ന US രഹസ്യാന്വേഷണ ഏജൻസികൾക്ക് നേരത്തെ വിവരം ലഭിച്ചിരുന്നു. അതിനാൽ തന്നെ അമേരിക്ക കടുത്ത ജാഗ്രതാ നിർദ്ദേശങ്ങൾ നൽകിയിരുന്നു. ആക്രമണ സാധ്യതയുടെ പശ്ചാത്തലത്തിൽ ഇറാഖിലെ ചില ജീവനക്കാരെ ഒഴിപ്പിക്കാനും പെന്റഗൺ അനുമതി നൽകിയിരുന്നു. തീരദേശ മേഖലയിലെ ജീവിതം ദുരിതത്തിൽ. അമൃത ന്യൂസ് അന്വേഷണ പരമ്പര തുടരുന്നു. കണ്ണീർ കടലോരം.
കേരള തീരത്ത് തുടർച്ചയായി ഉണ്ടായ കപ്പലപകടങ്ങൾ കരയിലും കടലിലും ഒരേപോലെ ആശങ്കകൾ നിറയ്ക്കുകയാണ്. മത്സ്യത്തൊഴിലാളികളെ വറുതിയിൽ നിന്നും വറുതിയിലേക്ക് നയിക്കുന്നത് കൂടാതെ രാസവസ്തുക്കളുടെ ചോർച്ച കടലിലുണ്ടാക്കുന്ന പരിസ്ഥിതി ആഘാതം വളരെ വലുതാണ്. എന്നാൽ ഇവയൊന്നും സർക്കാർ കണക്കാക്കുന്നില്ലെന്നാണ് മത്സ്യത്തൊഴിലാളി സംഘടനകളുടെ പരാതി. കേരള തീരത്ത് രണ്ടാഴ്ചക്കിടയിൽ 2 ചരക്ക് കപ്പലുകളാണ് അപകടത്തിൽപ്പെട്ടത്. മെയ് 25-ന് പൂർണ്ണമായും മുങ്ങിയ ലൈബീരിയൻ കപ്പലായ MSC എൽസ 3-യിൽ നിന്നും 100-ലധികം കണ്ടെയ്നറുകളാണ് കടലിൽ പതിച്ചത്. മാരക രാസവസ്തുക്കൾ ഉൾപ്പെടെ അടങ്ങിയ കണ്ടെയ്നറുകൾ ഉണ്ടാക്കിയ പാരിസ്ഥിതിക മലിനീകരണം അടങ്ങുന്നതിന് മുമ്പാണ് അതിതീവ്ര രാസവസ്തുക്കളുമായി സിംഗപ്പൂർ കപ്പലായ AV വാൻഹായി 503 കണ്ണൂരിനും ബേപ്പൂരിനുമിടയിൽ കടലിൽ അഗ്നിക്കിരയായത്. ഇവ രണ്ടും പ്രതികൂലമായി ബാധിക്കുന്നത് കേരള തീരത്തെ മത്സ്യത്തൊഴിലാളികളെയാണ്. സുഗമമായ മത്സ്യബന്ധനവും വിപണനവും സാധ്യമാകുന്നില്ലെന്നു മാത്രമല്ല, കടലിൽ കലരുന്ന രാസമാലിന്യങ്ങൾ മത്സ്യത്തിൻ്റെ ആവാസ വ്യവസ്ഥയെയും തകർക്കുകയാണ്. ഇന്ന് കടൽ തീരം ഒരു കെമിക്കൽ കൊണ്ട് നിറയുകയും കണ്ടെയ്നർ കൊണ്ട് നിറയുകയും ചെയ്തിരിക്കുന്ന ഒരു സ്ഥിതിവിശേഷമാണ് ഇന്ന് കേരളത്തിൻ്റെ കടൽ തീരത്തുണ്ടായിരിക്കുന്നത്. അതുപോലെ തന്നെ കടൽ തീരത്ത് ഈ തമിഴ്നാട് മുതൽ കാസർഗോഡ് വരെ ഈ പല്ലറ്റിസുകൾ, ഈ ചെറിയ പ്ലാസ്റ്റിക് ധാരാളമായി അവിടെ കരക്കടിഞ്ഞ് കിടക്കുകയാണ്. ഇത് തീരപ്രദേശത്ത് വലിയൊരു ഭീഷണി നേരിടുകയാണ്. ഇതിനകത്തൊരു നടപടിയും സർക്കാരിൻ്റെ ഭാഗത്തുനിന്നോ കമ്പനിയുടെ ഭാഗത്തുനിന്നോ ഉണ്ടായിട്ടില്ല. കടലിൻ്റെ അടിത്തട്ട് മുഴുവനും വിഷാംശം നിറഞ്ഞു നിൽക്കുന്ന ഒരു സ്ഥിതിയാണ്. മത്സ്യബന്ധനത്തിന് പോകാൻ തന്നെ പറ്റാത്തൊരു സ്ഥിതി ഉണ്ടായിരിക്കുകയാണ്. കാലപ്പഴക്കം ചെന്ന കപ്പലുകൾ കേരള തീരത്തെത്തിച്ച് അഗ്നിക്കിരയാക്കി ഇൻഷുറൻസ് തട്ടാനുള്ള കപ്പൽ കമ്പനികളുടെ ശ്രമമാണിതെന്നും സംശയിക്കുന്നതായി മത്സ്യത്തൊഴിലാളി സംഘടനകൾ പറയുന്നു. വളരെ കാലപ്പഴക്കം ചെന്ന കപ്പലുകളെ കേരളത്തിനകത്ത് കൊണ്ടുവന്ന് ഡിസ്മാൻഡിൽ ചെയ്യുക, ഇത് കണക്കുള്ള അപകടങ്ങൾ മനഃപൂർവ്വം വരുത്തി വെച്ചിട്ട് അവർക്ക് ഇൻഷുറൻസ് തട്ടുക എന്നുള്ളതാണ് ഇതിനകത്ത് മനസ്സിലാക്കാൻ പറ്റുന്നത്. കപ്പൽ മുതലാളിമാർക്ക് കോടികൾ ഇൻഷുറൻസ് ഒന്ന് വാങ്ങാൻ വേണ്ടിയുള്ള ചെയ്യുന്ന ഒരു സംശയം നിലനിൽക്കുകയാണ്. മത്സ്യത്തിൻ്റെ പ്രജനനകാലത്ത് കേരള തീരത്തുണ്ടായിട്ടുള്ള രാസമലിനീകരണം മത്സ്യസമ്പത്ത് ഇല്ലാതാക്കുന്നതിനും കാരണമാകും. രാസമാലിന്യങ്ങളുടെ പ്രത്യാഘാതം മാറാൻ വർഷങ്ങൾ എടുക്കുമെന്നാണ് ശാസ്ത്രലോകത്തിൻ്റെ വിലയിരുത്തൽ. അമൃത ന്യൂസ്, തിരുവനന്തപുരം. സർക്കാർ പ്രഖ്യാപിച്ച അടിയന്തര സഹായങ്ങൾ ലഭിക്കാതെ ബുദ്ധിമുട്ടിലായിരിക്കുകയാണ് കൊല്ലത്തെ മത്സ്യത്തൊഴിലാളികൾ. കൊച്ചി തീരത്തുണ്ടായ കപ്പലപകടത്തെ തുടർന്നാണ് ദുരിതത്തിലായ മത്സ്യത്തൊഴിലാളികൾക്ക് സർക്കാർ സഹായം പ്രഖ്യാപിച്ചത്. എന്നാൽ ട്രോളിംഗ് നിരോധനം കൂടി വന്നതോടെ കൂടുതൽ ദുരിതത്തിലായിരിക്കുകയാണ് ഇവർ. കൊച്ചിയിലെ MSC കപ്പലപകടം മത്സ്യബന്ധനത്തെ സാരമായി ബാധിച്ച സാഹചര്യത്തിലാണ് മത്സ്യത്തൊഴിലാളികൾക്ക് ധനസഹായം പ്രഖ്യാപിച്ച് സർക്കാർ ഉത്തരവിറക്കിയത്. 10,55 ലക്ഷം രൂപയാണ് സർക്കാർ അനുവദിച്ചത്. തിരുവനന്തപുരം, കൊല്ലം, ആലപ്പുഴ, എറണാകുളം ജില്ലകളിലെ ഓരോ മത്സ്യത്തൊഴിലാളി കുടുംബത്തിനും ഇടക്കാല ആശ്വാസമായി 1000 രൂപയും 6 കിലോ അരി വീതം സൗജന്യ റേഷനും അനുവദിക്കും എന്നുമായിരുന്നു പ്രഖ്യാപനമുണ്ടായത്. എന്നാൽ വാർത്തകളിലൂടെ അറിഞ്ഞതല്ലാതെ സഹായങ്ങൾ തങ്ങളുടെ കൈകളിലേക്ക് എത്തിയില്ല എന്നാണ് മത്സ്യത്തൊഴിലാളികളുടെ പരാതി. ഇപ്പോഴത്തെ ഈ മന്ത്രിസഭയിൽ ഈ പറയുന്നത് മൊത്തം വെറും കള്ളത്തരങ്ങളാണ്. മത്സ്യത്തൊഴിലാളിക്ക് ഒരുപാട് ആനുകൂല്യം, ഒരാനുകൂല്യം കിട്ടുന്നില്ല. ഞങ്ങളിവിടെ വന്ന് കഷ്ടപ്പെട്ട് ചരുവ് എടുത്താൽ ഞങ്ങൾക്ക് ജീവിക്കാം, ഇല്ലെങ്കിൽ ഞങ്ങൾക്ക് ഇന്ന് വരെ ഒരു ആനുകൂല്യം കിട്ടിയിട്ടുമില്ല. ഈ മേഖല നശിച്ചു പോയാൽ പിന്നെ ഞങ്ങൾക്ക് ജീവിതവും ഇല്ല. സംസ്ഥാന ദുരന്ത പ്രതികരണ നിധിയിൽ നിന്നുമാണ് 1000 രൂപ വീതം നൽകുന്നതിനായുള്ള ഫണ്ട് അനുവദിക്കാൻ സർക്കാർ തീരുമാനമെടുത്തത്. ഇതിലേക്കായി 10,55,18,000 രൂപ അനുവദിച്ചു. അടിയന്തരമായി മത്സ്യത്തൊഴിലാളികളുടെ കൈകളിലേക്ക് ഈ തുക എത്തിക്കുമെന്നായിരുന്നു സർക്കാർ വാഗ്ദാനം. 6 കിലോ അരി വീതം സൗജന്യ റേഷൻ അനുവദിക്കുന്നതിനുള്ള നടപടി ഭക്ഷ്യ പൊതുവിതരണ വകുപ്പ് അടിയന്തരമായി സ്വീകരിക്കേണ്ടതാണെന്നും ഉത്തരവിൽ പറയുന്നു. എന്നാൽ അതും ഉണ്ടായില്ല. ഇപ്പോഴാകട്ടെ ട്രോളിംഗ് നിരോധനം മൂലം തൊഴിൽ നഷ്ടപ്പെടുന്ന മത്സ്യത്തൊഴിലാളി കുടുംബങ്ങൾക്ക് സൗജന്യ റേഷൻ നൽകാനും തീരുമാനിച്ചു. എന്നാൽ അത് എന്ന് കിട്ടുമെന്നാണ് മത്സ്യത്തൊഴിലാളികൾ ചോദിക്കുന്നത്. ഈ ഫിഷറീസിലെ പൈസ തന്നെ ഞങ്ങൾക്ക് ആദ്യമൊക്കെ ഹാർബർ അടച്ചോടനെ ഒരാഴ്ചയിൽ കിട്ടും. ഇപ്പം അങ്ങനെയല്ല, ഹാർബർ പൂട്ടി തുറന്നാലും ഞങ്ങൾക്ക് ആ പൈസ കിട്ടിയിട്ടില്ല. പിന്നെ എന്തിനാ ഞങ്ങൾക്ക് എന്തിനാ നിരോധനത്തിന് ഗ്രാൻഡ് പൈസ എന്തിനാ? അതാ ഞങ്ങൾക്ക് ഈ നിരോധനത്തിനാണ് ഞങ്ങൾക്ക് ചിലവിന് ഇരേണ്ട കാശ്. ആ കാശ് നിരോധനത്തിൽ പോലും കിട്ടുന്നില്ല. നിരോധനം കഴിഞ്ഞിട്ടാണ് ഈ പൈസ വരെ കിട്ടുന്നത്. അപ്പോൾ ഞങ്ങൾ എന്തോ ചെയ്യും? മത്സ്യബന്ധന മേഖലയിലെ പ്രശ്നങ്ങൾ തിരിച്ചറിഞ്ഞ് സർക്കാർ ഇവർക്ക് അടിയന്തര സഹായവും ആശ്വാസ സഹായവും പ്രഖ്യാപിച്ചു. പക്ഷേ അതിനി എന്ന് കിട്ടുമെന്ന് ആർക്കും അറിയില്ല. പ്രദീപ് വാളത്തുങ്കലിനൊപ്പം സുധീഷ്, അമൃത ന്യൂസ്, കൊല്ലം. ആരോപണ പ്രത്യാരോപണങ്ങളുമായി നിലമ്പൂരിൽ പ്രചരണം കൊഴുക്കുകയാണ്. സ്വരാജിന് വേണ്ടി മുഖ്യമന്ത്രിയും നിലമ്പൂരിലുണ്ട്. മുഖ്യമന്ത്രി ഉൾപ്പെടെ മലപ്പുറം വിരുദ്ധ പരാമർശം നടത്തിയെന്ന പ്രചരണം ശക്തമാക്കിയിരിക്കുകയാണ് UDF.
അതേസമയം പരാതി നൽകിയ LDF കേസ് എടുത്തിരിക്കുകയാണ് പോലീസ്. അഹമ്മദാബാദ് അപകടത്തിന്റെ പശ്ചാത്തലത്തിൽ തെരഞ്ഞെടുപ്പ് പരിപാടികൾ പ്രിയങ്ക ഗാന്ധി ഞായറാഴ്ചയിലേക്ക് മാറ്റി. കൂടുതൽ വിശദാംശങ്ങളുമായി KK പ്രശാന്ത് ചേരുന്നുണ്ട് നിലമ്പൂരിൽ നിന്നും. പ്രശാന്ത്, ഈ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന്റെ അവസാന ലാപ്പിലേക്ക് എത്തുമ്പോൾ ആരോപണ പ്രത്യാരോപണങ്ങളുമായി മൂന്ന് മുന്നണികളും സജീവമായി തന്നെ രംഗത്തുണ്ട്. ഒപ്പം തന്നെ വലിയ ആരോപണങ്ങൾ ഒന്നും തന്നെ ഇല്ലാതെ PV അൻവറും ഓരോ വോട്ടും ഉറപ്പിക്കുന്ന തിരക്കിലാണ്. എന്തൊക്കെയാണ് നിലമ്പൂരിൽ നിന്ന് നൽകാൻ കഴിയുന്ന വിവരങ്ങൾ? ശ്രീകാർത്തിക, അതിശക്തമായ മത്സരമാണ് നിലമ്പൂരിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. മൂന്ന് മുന്നണികൾക്ക് പുറമെ അൻവറും കൂടി കളം നിറഞ്ഞുള്ള പോരാട്ടമെന്ന് തന്നെ നമുക്ക് പറയേണ്ടി വരും. പരസ്പരം ആരോപണ പ്രത്യാരോപണങ്ങൾ തന്നെയാണ് തെരഞ്ഞെടുപ്പിന്റെ പ്രധാന അജണ്ടയായി മാറിയിട്ടുള്ളത്. പ്രത്യേകിച്ച് മലപ്പുറം വിരുദ്ധ പരാമർശങ്ങൾ, മലപ്പുറവുമായി ബന്ധപ്പെട്ട് നേരത്തെ CPM നേതാക്കൾ നടത്തിയ പരാമർശങ്ങൾ, ഇതെല്ലാം തന്നെ ഉയർത്തിക്കൊണ്ടുള്ളൊരു നീക്കമാണ് UDFന്റെ ഭാഗത്തു നിന്നുണ്ടാകുന്നത്. മറുവശത്ത് ഇതിനു മുൻപ് UDFും ലീഗും ഒക്കെ തന്നെ സ്വീകരിച്ച നടപടികൾ മുന്നോട്ട് വെച്ചുകൊണ്ട്, അല്ലെങ്കിൽ നിലപാടുകൾ മുന്നോട്ട് വെച്ചുകൊണ്ട് പ്രതിരോധമാണ് LDFന്റെ ഭാഗത്തു നിന്ന് മുന്നോട്ട് പോകുന്നത്. അതിനിടയിലാണ് മുഖ്യമന്ത്രി ഇന്ന് 2 യോഗങ്ങളിൽ പങ്കെടുക്കാനായി നിലമ്പൂരിലേക്ക് എത്തുന്നത്. മുത്തേടത്തും അതുപോലെ തന്നെ ചുങ്കത്തറയിലുമാണ് 2 യോഗങ്ങൾ. 4 മണിക്കും 5 മണിക്കുമാണ് മുഖ്യമന്ത്രി നിലമ്പൂരിൽ എത്തിയിട്ടുണ്ട്. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, പ്രിയങ്ക ഗാന്ധി 2 ദിവസം ഇന്നും നാളെയുമായി മണ്ഡലത്തിലുണ്ടാകും എന്നുള്ളതാണ് വ്യക്തമാക്കിയത്. പക്ഷേ അഹമ്മദാബാദ് അപകടത്തിന്റെ പശ്ചാത്തലത്തിൽ പ്രിയങ്ക ഗാന്ധി തെരഞ്ഞെടുപ്പ് പ്രചാരണ പരിപാടികൾ ഞായറാഴ്ചത്തേക്ക് മാറ്റിയിരിക്കുകയാണ്. മറ്റ് കൂടുതൽ നേതാക്കൾ അടുത്ത ദിവസങ്ങളിലെത്തും. നാളെ തൃണമൂൽ കോൺഗ്രസ് നേതാവ് യൂസഫ് പത്താൻ PV അൻവറിന് വേണ്ടി മണ്ഡലത്തിൽ പ്രചരണത്തിൽ നിന്നും ഇങ്ങനെ കൂടുതൽ സംസ്ഥാന ദേശീയ നേതാക്കളെ രംഗത്തിറക്കിയുള്ള വലിയ പോരാട്ടത്തിലേക്ക് തന്നെയാണ് നിലമ്പൂർ എത്തി നിൽക്കുന്നത്. അതിനിടയിൽ തന്നെ നേരത്തെ നമ്മൾ സൂചിപ്പിച്ച ഈ മലപ്പുറത്തെ പരാമർശവുമായി ബന്ധപ്പെട്ട് LDF പോലീസിന് ഒരു പരാതി നൽകിയിട്ടുണ്ട്. UDF ഇത്തരത്തിൽ ചില തെറ്റായ പ്രചരണങ്ങൾ നടത്തുന്നു, മതസ്പർദ്ധ വളർത്തുന്ന തരത്തിലുള്ള വീഡിയോകൾ പ്രദർശിപ്പിക്കുന്നു എന്നുള്ളതാണ് പ്രധാനമായും LDF ആരോപണമായി മുന്നോട്ട് വെക്കുന്ന. നിയോജക മണ്ഡലം സെക്രട്ടറി ഷൗക്കത്ത് അലിയാണ് ഇത്തരത്തിലൊരു പരാതി ഇപ്പോൾ പോലീസ് നൽകിയത്. അതിന്റെ അടിസ്ഥാനത്തിൽ പോലീസ് കേസെടുക്കുകയും ചെയ്തിരിക്കുന്നു. ഏതായാലും ഈ നേരത്തെ നമ്മൾ സൂചിപ്പിച്ച പോലെ തെരഞ്ഞെടുപ്പിന്റെ പ്രധാനപ്പെട്ട പ്രചരണ ആയുധമായി നേതാക്കൾ നടത്തിയ പരാമർശങ്ങളും പാർട്ടികളുടെയൊക്കെ നിലപാടുകളും മാറുന്നു എന്നുള്ളതാണ് എടുത്തു പറയേണ്ടത്. ഈ ഘട്ടത്തിലും ആർക്കും ഒരു എഡ്ജ് എന്ന് പറയുന്ന തരത്തിലേക്ക് എത്താൻ ഇപ്പോൾ നിലമ്പൂരിന് കഴിഞ്ഞിട്ടില്ല. പല നാട്ടുകാരും ഒക്കെ തന്നെ അത് തന്നെയാണ് പറയുന്നത്. ശക്തമായ പോരാട്ടം, ഇഞ്ചോടിഞ്ച് പോരാട്ടം എന്ന് തന്നെ പറയേണ്ടി വരും. ഏതായാലും ഒരു അഭിമാന പോരാട്ടം എന്ന നിലയിലേക്ക് ഇപ്പോൾ മണ്ഡലം മാറിയെന്ന് നമുക്ക് പറയേണ്ടി വരും. പ്രത്യേകിച്ച് സ്വരാജ് കൂടി വന്നതോടുകൂടി തന്നെ എങ്ങനെയെങ്കിലും മണ്ഡലം നിലനിർത്തുക എന്നുള്ളത് LDFന്റെ ഒരു അജണ്ടയായി മാറുന്നു. അതേസമയം തന്നെ അതിശക്തമായ പോരാട്ടം, പ്രത്യേകിച്ച് ലീഗിന്റെ നേതൃത്വത്തിലും UDFന്റെ, സാധാരണ നമ്മൾ തെരഞ്ഞെടുപ്പിൽ കാണുന്നതാണ് UDFന്റെ നേതാക്കൾക്കിടയിൽ പല സ്വാരസ്യങ്ങളൊക്കെ ഉണ്ടാകുന്നത്. പക്ഷേ നിലമ്പൂരിൽ ഒന്നും തന്നെ അത് കാണാൻ കഴിയുന്നില്ല എന്നുള്ളത് എടുത്തു പറയണം. അതായത് ഈ ഒത്തൊരുമയോടെ മുന്നോട്ട് പോകാൻ കഴിഞ്ഞാൽ വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിലൊക്കെ മുന്നോട്ട് പോകാൻ കഴിയും എന്ന് തന്നെയാണ് UDF കരുതുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഒരു തരത്തിലുള്ള പ്രശ്നങ്ങളുമില്ലാതെ വളരെ കൃത്യമായ നിലപാടുകളെടുത്ത് മുന്നോട്ട് പോകാൻ UDF തീരുമാനിക്കുകയും അങ്ങനെ ഒറ്റക്കെട്ടായി തന്നെ അവർ മുന്നോട്ട് പോവുകയും ചെയ്തത്. KPC അധ്യക്ഷനും പ്രതിപക്ഷ നേതാവും മുൻ പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല അടക്കം തന്നെ KC വേണുഗോപാലിന്റെ ഇങ്ങനെയുള്ള പ്രധാനപ്പെട്ട നേതാക്കളെല്ലാം തന്നെ മണ്ഡലത്തെ കേന്ദ്രീകരിച്ച് നിന്നുകൊണ്ട് തന്നെയാണ് പ്രചാരണ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകുന്നത്. K സുരേന്ദ്രനും ഒപ്പം തന്നെ രാജീവ് ചന്ദ്രശേഖറും എല്ലാം തന്നെ NDA സ്ഥാനാർത്ഥിക്കായി കളത്തിലുണ്ട്. വാശിയേറിയ പോരാട്ടം എന്ന നിലയിലേക്ക് തന്നെ നിലമ്പൂർ മാറുന്നു. ഇനി ദിവസങ്ങൾ മാത്രം, ഏതാനും ദിവസങ്ങൾക്കുള്ളിൽ തന്നെ നിലമ്പൂരിലെ ജനത ആരായിരിക്കണം ഇവിടുത്തെ MLA എന്ന തരത്തിലേക്ക് ഒരു നിഗമനത്തിലേക്ക് എത്തും. ശരി, നിലമ്പൂരിൽ നിന്നുള്ള വിവരങ്ങളാണ് KK പ്രശാന്ത നൽകിയത്. അതേസമയം ജമാഅത്തെ ഇസ്ലാമിയുമായി ഇടതുമുന്നണി ഒരു കാലത്തും നീക്കുപോക്ക് ഉണ്ടാക്കിയിട്ടില്ല എന്ന് CPM പോളിറ്റ് ബ്യൂറോ അംഗം A വിജയരാഘവന്റെ വാദം പൊളിയുകയാണ്. ജമാഅത്തെ ഇസ്ലാമി തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിൽ പ്രവേശിച്ച കാലം മുതൽ ഇടതുമുന്നണിക്ക് ഒപ്പമായിരുന്നു എന്നതിന് തെളിവുകൾ ഏറെയാണ്. 20 വർഷക്കാലം CPM ജമാഅത്തെ ഇസ്ലാമി തെരഞ്ഞെടുപ്പ് സഖ്യം തുടർന്നിരുന്നു. അടിയന്തരാവസ്ഥയ്ക്ക് ശേഷമായിരുന്നു ജമാഅത്തെ ഇസ്ലാമിയുടെ തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയ പ്രവേശനം. അതുവരെ മൗദൂദിയുടെ മതരാഷ്ട്രവാദമായിരുന്നു ജമാഅത്ത് പിന്തുടർന്നിരുന്നത്. 1977 മുതൽ ഇടതുപക്ഷത്തിനൊപ്പം ഈ സംഘടന സഞ്ചരിച്ചു. ശരീഅത്ത് വിവാദകാലത്ത് ഇടതുമുന്നണിയെ തള്ളിപ്പറഞ്ഞെങ്കിലും ബന്ധം തുടർന്നു. 1996 മുതൽ LDF സ്ഥാനാർത്ഥികളെ ജമാഅത്തെ ഇസ്ലാമി പരസ്യമായി പിന്തുണച്ചു. അന്ന് ജമാഅത്തെ ഇസ്ലാമി നിലപാടിനെ പ്രകീർത്തിച്ച് ദേശാഭിമാനി പത്രം മുഖപ്രസംഗം എഴുതി. 2001 ജമാഅത്തിൻ്റെ വിദ്യാർത്ഥി സംഘടനയായ സിമിയെ നിരോധിച്ചെങ്കിലും CPM ബന്ധത്തിന് തടസ്സമുണ്ടായില്ല. 2006 ജമാഅത്തും PDPയും ഇടതു സ്ഥാനാർത്ഥികളെ പിന്തുണച്ചു. CPMഉം ജമാഅത്തെ ഇസ്ലാമിയും ഒരേപോലെ ഒരു മുന്നണിയിലെ പോലെ തന്നെ പ്രവർത്തിച്ചു എന്നുള്ളതിന് വളരെ തെളിവുകൾ നമ്മുടെ മുമ്പിലുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു തെളിവ് എന്ന് പറഞ്ഞാൽ ദേശാഭിമാനിയുടെ മുഖപ്രസംഗമുണ്ട്. പിന്നെ VS അച്യുതാനന്ദൻ മുഖ്യമന്ത്രിയായിരിക്കുന്ന സമയത്ത്, അതായത് സച്ചാർ കമ്മീഷൻ റിപ്പോർട്ട് എങ്ങനെ കേരളത്തിൽ നടപ്പാക്കണം എന്ന് പഠിക്കാൻ വേണ്ടി പാലോളി കമ്മീഷൻ റിപ്പോർട്ട് അതിനൊരു കമ്മിറ്റി വെച്ചപ്പം ആ VS അച്യുതാനന്ദനായിരുന്നു മുഖ്യമന്ത്രി. ആ കമ്മിറ്റിയിൽ O. അബ്ദുറഹ്മാനാണ്
ജമാഅത്തെ ഇസ്ലാമിയുടെ പ്രതിനിധിയായിട്ട് അതിലുണ്ടായിരുന്നത്. 2015 തദ്ദേശ തെരഞ്ഞെടുപ്പിൽ 51 പഞ്ചായത്തുകളിൽ ജമാഅത്തെ ഇസ്ലാമിയുടെ രാഷ്ട്രീയ ദളമായ വെൽഫെയർ പാർട്ടിയുമായി ഇടതുമുന്നണി കൈകോർത്തു. നിലമ്പൂർ നിയോജക മണ്ഡലത്തിലെ വഴിക്കടവ് പഞ്ചായത്തിൽ പോലും നീക്കുപോക്കുണ്ടായിരുന്നു. അടുത്ത കാലം വരെ ജമാഅത്തെ ഇസ്ലാമിയുടെ ഇഫ്താർ വിരുന്നുകളിൽ CPM നേതാക്കൾ പങ്കെടുക്കാറുണ്ടായിരുന്നു. ജമാഅത്തുമായി യാതൊരു സഖ്യവും ഉണ്ടായില്ലെന്ന CPM നേതാവ് A. വിജയരാഘവന്റെ വാദം ശരിയല്ലെന്നാണ് രാഷ്ട്രീയ നിരീക്ഷകർ ചൂണ്ടിക്കാട്ടുന്നത്. S. വിനേഷ് കുമാർ, അമൃത ന്യൂസ്, കോഴിക്കോട്. വിപണി വിലയിരുത്തലുമായി ജിയോജിത് ഫിനാൻഷ്യൽ സർവീസസിലെ സീനിയർ ഇൻവെസ്റ്റ്മെന്റ് സ്ട്രാറ്റജിസ്റ്റും ജനറൽ മാനേജറുമായ K. ദിലീപ് ചേരുകയാണ്. ശ്രീ ദിലീപ്, ഇന്നത്തെ വിപണി സാധ്യതകൾ എങ്ങനെയാണ്? ഇന്ന് നേട്ടത്തിൽ വ്യാപാരം തുടങ്ങാമെങ്കിലും വളരെ ഉയർന്ന തോതിലുള്ള കയറ്റങ്ങൾ പ്രതീക്ഷിക്കുന്നുണ്ട്. കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം വിപണിയിൽ ഉണ്ടായിട്ടുള്ള നിക്ഷേപ താല്പര്യത്തിന് ശേഷം ഒരു മൂന്നോ നാലോ ദിവസം വിപണിയിൽ ഒരു ക്രമപ്പെടലിന്റെ ഒരു സാധ്യതയായിരുന്നു കണ്ടിരുന്നത്. അതിനുശേഷം ഉണ്ടായിട്ടുള്ള ഈ ഒരു വിൽപ്പന വിപണിയിൽ ലാഭമെടുക്കുന്നതിൻ്റെ ഒരു പ്രവണതയായിരുന്നു. ഇന്നലെ പ്രത്യേകിച്ചും ചെറുകിട നിക്ഷേപകരുടെ ഭാഗത്തു നിന്നുമാണ് ഈ ഒരു വിൽപ്പന ഉണ്ടായത്. ആഭ്യന്തര നിക്ഷേപ സ്ഥാപനങ്ങൾ വലിയ തോതിൽ വിപണിയിൽ അറ്റ നിക്ഷേപത്തിനുമായിരുന്നു. ഏതാണ്ട് 9,000 കോടി രൂപയുടെ നിക്ഷേപമാണ് ആഭ്യന്തര നിക്ഷേപ സ്ഥാപനം നടത്തിയത്. വിദേശ നിക്ഷേപ സ്ഥാപനങ്ങൾ ഏതാണ്ട് 3,000 കോടി രൂപയുടെ വിൽപ്പന നടത്തിയെങ്കിലും അതിനൊക്കെ എത്രയോ മടങ്ങ് 10 മടങ്ങ് നിക്ഷേപം ആഭ്യന്തര നിക്ഷേപ സ്ഥാപനങ്ങൾ നടത്തിയെങ്കിൽ കൂടിയും ചെറുകിട നിക്ഷേപരുടെ ഭാഗത്തും ഉണ്ടായിട്ടുള്ള ലാഭമെടുക്കൽ പ്രവണതയാണ് വിപണിയെ നഷ്ടത്തിലേക്ക് നീക്കിയത്. ഒട്ടുമിക്ക മേഖലകളിലും ഇന്നലെ നഷ്ടമായിരുന്നു. രണ്ടാം നില ചെറുകിട ഓഹരികളിലും വലിയ തോതിൽ നഷ്ടത്തിന് കാരണമായി. എങ്കിലും 24,800 എന്നുള്ള ഒരു അടിസ്ഥാന നിലവാരത്തിനടുത്തേക്ക് ആണ് മുന്നര സൂചിയായി നിഫ്റ്റി എത്തിയത്. ആ ഒരു നിലവാരത്തിൽ നല്ല ഒരു സപ്പോർട്ടുണ്ട്. ആ ഒരു നിലവാരത്തിന് മുകളിൽ തന്നെ വ്യാപാരം അവസാനിപ്പിക്കുകയും ചെയ്തു. ഇത് കഴിഞ്ഞ 20 ദിവസത്തെ ശരാശരി നിലവാരത്തിനും മുകളിലാണ് എന്നുള്ളത് ഒരു ആശ്വാസം തന്നെയാണ്. ഇനി ഈ ഒരു നിലവാരം ഭേദിച്ച് താഴേക്ക് പോവുകയാണെങ്കിൽ 26,470 എന്ന നിലവാരത്തിലേക്ക് നീങ്ങാനുള്ള 24,670 എന്ന നിലവാരത്തിലേക്ക് നീങ്ങാനുള്ള സാധ്യതയുണ്ട്. എങ്കിലും നിക്ഷേപ താല്പര്യം തുറന്നേക്കുമെന്ന് തന്നെയാണ് കരുതുന്നത്. 25,000 എന്ന നിലവാരം ഭേദിച്ച് ഇനി വ്യാപാരം നടക്കുന്ന ഒരു സാഹചര്യത്തിൽ മാത്രം മുന്നോട്ട് നീങ്ങാനുള്ള സാധ്യതയും കാണുന്നുള്ളൂ. ആഗോള ഘടകങ്ങൾ എല്ലാം തൃപ്തികരം തന്നെയാണ്. ആഭ്യന്തര ഘടകങ്ങളും അനുകൂലമായി തന്നെയാണ് തുടരുന്നത്. പ്രത്യേകിച്ചും അടിസ്ഥാന സാമ്പത്തിക ഘടകങ്ങൾ അനുകൂലമായിരിക്കുന്നതും വരും ദിവസങ്ങളിൽ നിക്ഷേപ താല്പര്യം തുറന്നേക്കുമെന്നുള്ള സൂചന നൽകുന്നതാണ്. എങ്കിലും ഇന്ന് നേട്ടത്തിൽ വ്യാപാരം തുടങ്ങാമെങ്കിലും വളരെ ഉയർന്ന കയറ്റങ്ങൾ പ്രതീക്ഷിക്കണം. വിദേശ നിക്ഷേപ സ്ഥാപനങ്ങളുടെ നിലപാടുകളും വിപണിയുടെ ഇനിയുള്ള നീക്കത്തിൽ നിർണായകമായിരിക്കും. ശരി, വളരെയധികം നന്ദി ശ്രീ K. ദിലീപ്. മുണ്ടക്കൈ ചൂരൽമല ദുരന്ത ബാധിതർക്ക് തുടർ ജീവിതത്തിന് കരുത്തേകുന്ന പദ്ധതിയാണ് മാതാ അമൃതാനന്ദമയി മഠവും അമൃത സർവകലാശാലയും നടപ്പാക്കിയത്. നൈപുണ്യ വികസന പദ്ധതിയുടെ ഭാഗമായി കമ്പ്യൂട്ടർ കോഴ്സും തയ്യൽ പരിശീലനവും പൂർത്തിയാക്കിയവർക്ക് ഇനി ആവശ്യം ഒരു തൊഴിൽ സംരംഭമാണ്. സദ്ഗുരു ശ്രീ മാതാ അമൃതാനന്ദമയി ദേവിയുടെ 71ാം ജന്മദിനത്തിലാണ് ഉരുൾപൊട്ടലിൽ ദുരിതത്തിലായ വയനാടിനെ കൈപ്പിടിച്ചുയർത്താൻ 15 കോടി രൂപയുടെ പദ്ധതികൾ മാതാ അമൃതാനന്ദമയി മഠം ആവിഷ്കരിച്ചത്. ദുരന്തത്തിലെ അതിജീവിതർക്ക് കൈത്താങ്ങാകുന്ന വിവിധങ്ങളായ പദ്ധതികൾ നടപ്പാക്കുന്നതിനൊപ്പം വയനാട്ടിലെ ദുരന്ത സാധ്യതാ മേഖലകളിൽ ഉണ്ടായേക്കാവുന്ന പ്രകൃതി ദുരന്തത്തിന്റെ വ്യാപ്തി ഭാവിയിൽ കുറയ്ക്കാൻ ഉതകുന്ന സംവിധാനങ്ങൾ സ്ഥാപിക്കാനുമാണ് ഈ തുക വിനിയോഗിക്കുന്നത്. ദുരന്തബാധിതരായ ആളുകളെ ജീവിതത്തിലേക്ക് തിരികെ എത്തിക്കുന്ന കർമ്മ പദ്ധതികളും ഇതോടൊപ്പം അമൃതാനന്ദമയി മഠവും അമൃത വിശ്വവിദ്യാപീഠവും ആവിഷ്കരിച്ചു. ദുരന്തത്തിൽ എല്ലാം നഷ്ടപ്പെട്ട സ്ത്രീകളെ കണ്ടെത്തി അവർക്ക് തൊഴിൽ അധിഷ്ഠിത നൈപുണ്യ വികസന പദ്ധതികൾ ആവിഷ്കരിച്ച് നടപ്പാക്കി. ഒപ്പം അമൃതശ്രീയുടെ കീഴിൽ സ്ത്രീ സ്വയം സഹായ സംഘങ്ങൾ രൂപീകരിക്കുകയും വിവിധങ്ങളായ പദ്ധതികൾ നടപ്പാക്കുകയും ചെയ്തു. അമൃത സർവകലാശാല സോഷ്യൽ ആൻഡ് ബിഹേവിയർ സയൻസ് ഡീനും അമ്മച്ചി ലാബിന്റെയും സെന്റർ ഫോർ വുമൺ എംപവർമെന്റ് ആൻഡ് ജെൻഡർ ഈക്വാലിറ്റിയുടെയും ഡയറക്ടറുമായ ഡോക്ടർ ഭവാനി റാവുവിന്റെ നേതൃത്വത്തിലാണ് പദ്ധതികൾ ഓരോന്നും ആവിഷ്കരിച്ച് നടപ്പാക്കുന്നത്. Sometime earlier this year, അമ്മ നമ്മൾ കുറച്ച് യൂണിവേഴ്സിറ്റി ആൾക്കാരോട് പറഞ്ഞു ടു പ്ലീസ് ഇവിടെ വന്നിട്ട് ഇവിടുത്തെ കാര്യങ്ങളൊന്ന് മനസ്സിലാക്കിയിട്ട് നമുക്ക് പറ്റുന്നിടത്തോളം ഇവിടെ ആവശ്യങ്ങൾ നമുക്ക് എന്തെങ്കിലും ചെയ്യാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. സോ മൈ വർക്ക് ഇസ് പ്രിഡോമിനൻ്റ്ലി ഇൻ വിമൻസ് എംപവർമെൻറ്റ് ആൻഡ് എസ്പെഷ്യലി വിത്ത് ഫോക്കസ് ഓൺ വൊക്കേഷണൽ ട്രെയിനിങ്, സെൽഫ് എംപവർമെൻറ്റ് അതുകൊണ്ട് ആൻഡ് കപ്പാസിറ്റി ബിൽഡിംഗ്. അതുകൊണ്ട് ഇവിടെ വന്നു, ഇവിടുത്തെ ആൾക്കാരായിട്ട് കണ്ടുമുട്ടി സംസാരിച്ചു, അവിടെ കാര്യങ്ങൾ മനസ്സിലാക്കി, സ്ത്രീകളോട് സംസാരിച്ചു, കമ്മ്യൂണിറ്റി ലീഡേഴ്സോട് സംസാരിച്ചു. വലിയൊരു ദുരന്തത്തെ അതിജീവിച്ച് അമൃത സർവകലാശാല നൽകിയ ലൈഫ് എൻറിച്ച്മെന്റ് എഡ്യൂക്കേഷൻ പാഠപദ്ധതിയിലൂടെ ലഭിച്ച ആത്മവിശ്വാസം കൈമുതലാക്കി ഈ സ്ത്രീകൾ ജീവിത വെല്ലുവിളികളെ നേരിടാനൊരുങ്ങുമ്പോൾ അവർക്ക് താങ്ങും തണലും ഒരുക്കേണ്ടത് സമൂഹമാണ്. ഇനി അതിനായുള്ള കാത്തിരിപ്പിലാണിവർ. അമൃത ന്യൂസ്, വയനാട്.
ഈ റിപ്പോർട്ടോടെ ഗുഡ് മോർണിംഗ് കേരളം പൂർണ്ണമാവുകയാണ്. കൂടുതൽ വാർത്തകൾക്കായി അമൃത ന്യൂസ് യൂട്യൂബ് ചാനൽ കാണുക. നമസ്കാരം.